മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884232666. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എക്സിബിഷൻ വിപുലമായി നടത്തുന്നതിന്റെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളിവിടെ ചർച്ച ചെയ്തത് പ്രധാനമായി സ്ഥലപരിമിതിയാണ്. സ്ഥലപരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ഗംഭീരമായി 2025 ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ നടത്തും എന്ന് നമുക്ക് ഈ മീറ്റിംഗ് പ്രഖ്യാപിക്കണം എന്ന അഭിപ്രായമാണ്. ഇവിടെ വന്ന ഓരോ നിർദ്ദേശങ്ങളും നമ്മളിന്ന് തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് സജീവമായി ചർച്ച ചെയ്യട്ടെ. ഒരാൾ പോലും വേണ്ടാന്ന് പറഞ്ഞ് മെച്ചപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. സാമ്പത്തിക പ്രശ്നം നേരത്തെ ശങ്കരകുട്ടിയേട്ടനൊക്കെ പറഞ്ഞൊരു പ്രശ്നം ആഗോളതലത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ആ പരിമിതി ഇത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങൾക്കും ഉണ്ടാകരുത് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് കോവിഡൊക്കെ വന്ന കാലത്ത് ജനം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മളതിനെ ചെറുതായി കാണേണ്ടതില്ല, നന്നായി പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ അത് സ്റ്റാള് എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ചില വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ പ്രോഗ്രാമിന് വലിയ തുക ചെലവഴിക്കുന്ന നില വന്നപ്പോഴാണ്. അപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരിയുടെ എക്സിബിഷന്റെ ഇതുവരെയുള്ള ചരിത്രം കൂടി വെച്ച് നാം ആരായാണോ ഡിസ്കസ് ചെയ്യുന്നത് അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭാവന നൽകിക്കൊണ്ട് ഈ പ്രവർത്തനത്തെ ക്രോഡീകരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഗംഭീരമാണ് വടക്കാഞ്ചേരിയിലെ എക്സിബിഷൻ എന്നുള്ള ഒരു പബ്ലിസിറ്റി രൂപപ്പെടുത്താൻ വേണ്ടി കഴിയും. അത് കഴിയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ തുടർന്ന്, നേരത്തെയും ചില ആലോചനകൾ നടന്നിട്ടുണ്ട്, പക്ഷെ ഈ മീറ്റിങ്ങിനെ തുടർന്ന് സജീവമാക്കണം എന്ന അഭിപ്രായമാണ് അത് സംബന്ധിച്ചത്. നേരത്തെ പൂരവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വ്യത്യസ്തങ്ങളായ ആശങ്കകൾ ഓരോന്നോരോന്നായി ഒഴിയുകയാണ്. എന്നാലും ചില ആശങ്കകൾ നിൽക്കുന്നുണ്ട്. വെടിക്കെട്ടൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ നിയമങ്ങൾ വ്യത്യസ്തങ്ങളായ നിലയിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ആശങ്കകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും അവധാനതയോടുകൂടി പതുക്കെ നമുക്കതെല്ലാം തന്നെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മറികടക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് ജനപ്രതിനിധി എന്ന നിലയ്ക്കും ഈ പ്രവർത്തനങ്ങളിലെ നേരത്തെയും ജനപ്രതിനിധിയാകുന്നതിന് മുമ്പും പങ്കെടുത്ത അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്. തീർച്ചയായും ഏറ്റെടുക്കപ്പെട്ടവർക്ക് നഷ്ടമുണ്ടായി എങ്കിൽ പോലും, അല്ലെങ്കിൽ അത് അങ്ങനെ വലിയ നഷ്ടം ഉണ്ടായാൽ അവർക്ക് തീരെ പോകാൻ കഴിയൂലല്ലോ. അപ്പോൾ ആപേക്ഷികമായ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് വേണം നാം കണക്കാക്കാൻ. തീർച്ചയായും പുതിയ സാഹചര്യത്തിൽ നമുക്ക് ലഭിച്ച സാധ്യതകളെ എല്ലാം ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഞാനിതിങ്ങനെ പറയുന്നത് നാം ഇവിടെ നിന്ന് അവതരിപ്പിക്കേണ്ട പല കാര്യങ്ങളും പ്രധാനപ്പെട്ട ഓരോരുത്തരും ചർച്ചയിലൂടെ ഉന്നയിച്ചു എന്നതുകൊണ്ടാണ്. പൂരത്തെ സംബന്ധിച്ചിടത്തോളം 3 ദേശ കമ്മിറ്റികളും വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമായ പരിപാടികൾ കൂടി ചേരുന്ന ഒരു വലിയ ഉത്സവാന്തരീക്ഷം ഈ ദിവസങ്ങളിൽ രൂപപ്പെടുക എന്നത് തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അതൊക്കെ ആ നിലയിൽ തന്നെ തുടരാനും അതെല്ലാം തന്നെ വിജയിപ്പിക്കാനും വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. പത്മനാഭന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. പൂരം നടത്തിപ്പിനായി വടക്കാഞ്ചേരി നഗരസഭ തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഭാരവാഹികൾക്ക് കൈമാറി. പൂരം എക്സിബിഷൻ വിപുലമായി നടത്തുന്നതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു. എക്സിബിഷനിലെത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നും വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ എക്സിബിഷനിൽ ഉൾപ്പെടുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. എക്സിബിഷന്റെ സുഗമമായ നടത്തിപ്പിന് K. രാധാകൃഷ്ണൻ MP, MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ രക്ഷാധികാരികളായും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ചെയർമാനായും കമ്മിറ്റി രൂപീകരിച്ചു. 150 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും 501 അംഗ ജനകമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ, AM ജമീല B, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, നഗരസഭാ സെക്രട്ടറി KK മനോജ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ, പൂരം കമ്മിറ്റി ജനറൽ സെക്രട്ടറി AK സതീഷ് കുമാർ,
ജനറൽ കൺവീനർ അജിത് മല്ലയ്യ, നഗരസഭാ കൗൺസിലർമാർ, പൂരം കമ്മിറ്റി ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.